ഹലോ ഗായ്സ്, ഞാനൊരു സിമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ ഇടുന്നവർക്ക് ഇടാൻ. ഞാനിപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മെബിലിൻ്റെ ഒരു ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. മാറ്റ് ആൻഡ് പോർലെസ് ഫൗണ്ടേഷനാണ്. ഓയിലി സ്കിൻകാർക്ക് അടിപൊളി ഫൗണ്ടേഷനാണ്. അതൊരു ബ്ലെൻഡർ വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ബ്ലെൻഡർ വെച്ച് തേച്ച് വിടാൻ പാടില്ല, കാരണം നമ്മുടെ ഫൗണ്ടേഷൻ ഫുള്ളും ഒബ്സർവ് ചെയ്തെടുക്കുന്നത് ആ ബ്ലെൻഡർ ആയിരിക്കും. അത് കഴിഞ്ഞു ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മെബിലിൻ്റെ ഫിറ്റ്മിയുടെ ഒരു കോമ്പാക്റ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ അതിനുള്ളിലുള്ള സ്പോഞ്ച് വെച്ച് തന്നെയാണ് ഇടുന്നത്. ബ്രഷ് ഉപയോഗിക്കുന്നവർക്ക് ബ്രഷ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഞാനൊരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഗുഡ് ഫാക്ടറി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കൺസീലറാണ്. നമുക്ക് എവിടെയാണ് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട് ഉള്ളത്, ഡാർക്കായിട്ടുള്ള ഏത് പ്ലേസിലായിരുന്നാലും നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ലാക്മിയുടെ ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ലാക്മിയുടെ ഐലൈനർ വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞ് മേടിച്ചതാണ്, പക്ഷേ ഒരു വാട്ടർ പ്രൂഫ് ഞാൻ കണ്ടില്ല അതിൽ. അതും നന്നായിട്ട് വരച്ച് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം മാക്കിൻ്റെ ഐബ്രോ ഫില്ലിംഗ് വെച്ച് ഞാൻ ഐബ്രോയും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു ബ്രഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐബ്രോ നല്ല നമ്മുടെ ഷേപ്പിന് നമുക്ക് ബ്രഷ് വെച്ച് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സിന്ദൂർ വെച്ചിട്ട് കുറി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഒരു സിമ്പിൾ ലുക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.